അവിയൽ വെക്കാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ അവിയൽ വെക്കാം എന്നാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത്. അവിയലിന് വേണ്ട കഷ്ണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ കാണിക്കാം. ഇത് മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ, പടവലങ്ങ, ബീൻസ്, നമ്മുടെ പച്ചക്കായ. ഇതിപ്പം ഞാൻ സാലഡ് വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മറ്റേ വെള്ളരി കിട്ടത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ കുക്കുംബർ സാലഡ് വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, മത്തങ്ങ, ഒരു 5-6 കോവയ്ക്ക. നിങ്ങൾക്ക് ചേന എടുക്കാം, പയറുണ്ടെങ്കിൽ പയറെടുക്കാം. പച്ചക്കറികളുടെ അളവും പച്ചക്കറിയുടെ ഏതൊക്കെ വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വെണ്ടയ്ക്ക ഒന്നും അവിയലിൽ സാധാരണ ചേർക്കാറില്ല. ചേന ചേർക്കാം, പയർ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ നമ്മൾ മൂരിനൊക്കെ എടുക്കുന്ന ക്യുമിൻ സീഡ്, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയായിട്ടുള്ളത് കൊണ്ട് ഞാൻ പൊടിയെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് 2 തണ്ട് കറിവേപ്പില, ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചത്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തോണം. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ പുളിക്ക് മതി, ഒരു തക്കാളി ചേർത്താൽ മതിയാകും. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചക്കറികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 പച്ചമുളകും ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. കുക്കർ അടയ്ക്കുക, തീ കത്തിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. എന്നിട്ട് നമുക്ക് നോക്കാം. കുക്കറിൽ അത് കഷ്ണങ്ങൾ വേകുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് അമ്മി ഉണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക. അല്ലെങ്കിൽ മിക്സി ഉള്ളവരാണെങ്കിൽ മിക്സിയിൽ ആ പൾസ് ബട്ടൺ ഒറ്റ പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോവണ്ട അവിയലിന്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതയ്ക്കുന്ന ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതുകൊണ്ട് ജസ്റ്റ് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് ചതച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ഒന്ന് ചതച്ച് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതയ്ക്കുന്ന ഒരു ഇതുകൊണ്ട് ഇത് മതിയാവും. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളത്തിൻ്റെ അളവ് വെജിറ്റബിൾസിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇറങ്ങും. പിന്നെ പോരെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അപ്പം ചേർക്കാം. അപ്പോൾ ഇനി കുക്കർ വിസിലടിച്ച് ആ കഷ്ണങ്ങൾ വെന്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ അവിയലിൻ്റെ 2 വിസിൽ വന്ന് പ്രഷർ മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 2 തണ്ട് കറിവേപ്പില, അതും കൂടെ ഇതിനോട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ അതൊന്ന് അവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പം അത്യാവശ്യം നമ്മുടെ അവിയലിൻ്റെ ആ അരപ്പ് ചേർത്തതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി, നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ. വെളിച്ചെണ്ണ ചേർത്തില്ലെങ്കിൽ അതൊരു ഹെൽത്തി വെളിച്ചെണ്ണ ചേർക്കാത്ത ഒരു അവിയലായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുക്കറിൽ തയ്യാറാക്കിയ അവിയൽ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ അതിൽ ഓപ്ഷൻസിൽ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയിലൂടെ നമുക്ക് വീണ്ടും കാണാം.